ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഈ തെരഞ്ഞെടുപ്പിൽ BDJS-ഉം SNDP യോഗവും രണ്ടായിരുന്നില്ല, ഒന്ന് എന്ന മട്ടിലായിരുന്നു. അപ്പോൾ BDJS-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ പോകുമ്പോഴും SNDP യോഗം എന്ന നിലയ്ക്ക് തന്നെയാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ആ രൂപത്തിലേക്ക് BJP-ക്ക് ആ സ്വാധീനം വളർത്താൻ കഴിഞ്ഞു. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ പ്രതിഫലിക്കും എന്ന രൂപത്തിലാണോ BJP കാണുന്നത്? SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അനുകൂലമായ പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതിനെയെല്ലാം കാണേണ്ടത് ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആ സമുദായം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളോട് ഒപ്പം നിൽക്കുക എന്നുള്ളതോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നു പോവുക എന്നുള്ളതോ ആണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചത്, വെള്ളാപ്പള്ളിയുടെ പരസ്യ പ്രസ്താവന മാത്രമല്ല, വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ SNDP യോഗം എന്ന നിലയ്ക്കാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത് BJP സ്ഥാനാർത്ഥിക്ക്, BDJS സ്ഥാനാർത്ഥിക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം ആ തരത്തിൽ മാത്രമല്ല, BJP-ക്ക് മാത്രമല്ല, മറ്റ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നിട്ടുണ്ടെന്നേ നമുക്ക് പരിശോധിച്ചാൽ കാണാമല്ലോ. നല്ല ആളുകളാണ്, നല്ല സ്ഥാനാർത്ഥികളാണ്. അദ്ദേഹം ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്നല്ലല്ലോ പറയുന്നത്. ആ സ്ഥാനാർത്ഥി നല്ലതാണ്, അല്ലെങ്കിൽ ആ പാർട്ടി നല്ലതാണ്, പ്രധാനമന്ത്രി നല്ലതാണ്, മുഖ്യമന്ത്രി നല്ലതാണ്. ആ തരത്തിൽ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും വ്യംഗ്യമായും പല തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവകാശമുണ്ടെന്നേ. അതിലെന്താ തെറ്റുള്ളത്? അത് മനസ്സിലാക്കുന്ന ആളുകൾ, ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, CPM-നെ സംബന്ധിച്ച് അവർ അതിനകത്തൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായും മുഖ്യമന്ത്രിക്ക് പ്രതികൂലമായും നിൽക്കുന്ന നേതാക്കന്മാരും പാർട്ടി ഘടകങ്ങളും വേർതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾക്കിടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ശ്രീ ഹസ്കറിനെ പോലെയുള്ളവർ ഒരു പക്ഷം പിടിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പാർട്ടി സെക്രട്ടറിക്ക് അനുകൂലമാണ്. പാർട്ടി സെക്രട്ടറിക്ക് അനുകൂലമായി അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അപ്പോൾ സ്വാഭാവികമായും CPM-നകത്ത് നടക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, SNDP യോഗത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, യോഗം വിളിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമകാലിക വിഷയങ്ങളുമായി അതിനെ കൂട്ടിച്ചേർത്ത് വായിക്കണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഒരു കാലഘട്ടത്തിൽ CPM-ൻ്റെ ഫൈനാൻസ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളായിരുന്നു. ആ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി CPM വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന അഴിമതികൾ, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, ആ തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കിടയിൽ ഇപ്പോൾ അവർ കാണുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സോ അതല്ലെങ്കിൽ ഒരു SNDP സമൂഹത്തിനുള്ള, അവരുടെ സമുദായത്തിലുള്ള വലിയ സ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി CPM നോക്കിക്കാണുമ്പോൾ ഒരു സാമ്പത്തിക കണ്ണിലൂടെ ആ സമൂഹത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ ആ സമുദായത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ കൂടി സമ്പത്തിലേക്കും അവരുടെ കൂടി ആസ്തിയിലേക്കും കൈവെക്കാൻ ഞങ്ങൾക്കൊരു ശ്രമം നടത്താം. ഈ തരത്തിലുള്ള ചിന്താഗതികളുള്ള ആളുകൾ CPM-ൽ വളർന്നു വരുന്നുണ്ടാകാം. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ഈ തരത്തിൽ ചിന്തിക്കുന്നത്. അതിന് വോട്ടുമായി യാതൊരു ബന്ധവുമില്ല. അതിന് BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുമായി യാതൊരു ബന്ധവുമില്ല. അത് CPM കണ്ടെത്തുന്ന തെറ്റായിട്ടുള്ള ഒരു വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു സമൂഹത്തിനെതിരായി തിരികെയാണ്. അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. Debate with Smriti Parithikad.